Pony Dojo from Home Alone Guy. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതെ, OnePlus 60. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. സോ ഇതാണ് നമ്മുടെ OnePlus 60ൻ്റെ ബോക്സ് പീസ്. സോ നമുക്കിത് നോക്കാം, ബോക്സ് പരിചയപ്പെടാം. ഇവിടെ OnePlus കമ്മ്യൂണിറ്റീൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഇവിടെ OnePlus 6 എന്ന് പറയുന്നു. സോ ഇവിടെയാണ് OnePlus 60യുടെ ഒരു ബ്രാൻഡിങ്. ആൻഡ് ഇവിടെ OnePlus ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കാര്യമാണ് അൺലോക്ക് ദ സ്പീഡ്. അതുതന്നെയാണ്, വളരെ സ്പീഡായിട്ടുള്ളൊരു ഫോണാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ബാക്കിൽ അതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. 3799 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസിങ്. ആൻഡ് ഇതിൻ്റെ IMEI നമ്പർ കോഡ്സ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം. സോ നമ്മളിത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. സോ ഞങ്ങൾക്ക് റിവ്യൂ എടുക്കാൻ വേണ്ടി. ആൻഡ് ഇതാണ് നമ്മുടെ ഫോൺ. ആൻഡ് ഇവിടെ നമുക്ക് കാണാം ഫിംഗർ പ്രിൻറ്റ് ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ടു മാക്സിമൈസ് ദ പെർഫോമൻസ് ഓഫ് അവർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വി റെക്കമെൻഡ് യൂസിങ് സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ് ഫ്രം OnePlus ആൻഡ് അവർ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ്. അതായത് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ OnePlusൻ്റെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് പെർഫോമൻസ് കൂടുതൽ നന്നായി ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. സോ ഇതാണ് നമുക്ക് OnePlus 60ൻ്റെ ഉള്ളിൽ കിട്ടുന്ന ബോക്സ് ഐറ്റംസ്. സോ ഫസ്റ്റ് ഇവിടെ എല്ലാ OnePlus ഡിവൈസിനും കൂടെയും ഒരു മെസ്സേജ് OnePlus തരുന്നുണ്ട്. അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഡാഷ് ചാർജ്. ഇത് OnePlus 3T മുതൽ അങ്ങോട്ട് 60 വരെ ഒരേ സെയിം ചാർജറാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് 5 amps 4 ampere ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ആൻഡ് ദിസ് USB Type A to Type C കേബിളാണ് നമുക്ക് കിട്ടുന്നത്. അത് വളരെ നല്ല ഫാസ്റ്റ് ചാർജിങ് തരുന്നൊരു ഡിവൈസ് ആണ്. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ OnePlus 60യിൽ ഒരു 3.5mm ജാക്ക് ഇല്ല. അതിന് പകരം ഒരു USB Type C 3.5mm ജാക്ക് ഒരു പിന്നാണ് നമുക്കുള്ളത്. ആൻഡ് ഇൻബോക്സിൽ നമുക്ക് ഒരു കേസ് കിട്ടുന്നുണ്ട്. ഒരു ജെല്ലി കേസാണ് കിട്ടുന്നത്. ആൻഡ് ആസ് യൂഷ്വൽ എല്ലാ ഫോണിലൂടെ കിട്ടുന്ന പോലെ തന്നെ ഒരു സിം ഇജക്റ്റഡ് ടൂൾ, പിന്നെ ഒരു സേഫ്റ്റി ഇൻഫർമേഷൻ ഗൈഡ്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആൻഡ് ഒരു സ്റ്റിക്കർ. സോ സാധാരണ OnePlus ഡിവൈസിനോട് കിട്ടുന്ന ഒരു സ്റ്റിക്കറല്ല ഈ Plus 60യിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വാർണിംഗ്, ഐ എം എ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫണ്ണി മെസ്സേജസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബോക്സ് ഐറ്റംസ് ആയി കിട്ടുന്നത്. ഇനി നമ്മൾക്ക് OnePlus 60യുടെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. ഈ ഫോണിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 6.41 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. 86% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിനുണ്ട്. 19:5:9 റേഷ്യോയിലാണ് ഇതിൻ്റെ സ്ക്രീൻ വന്നിരിക്കുന്നത്. ഇതിനായി Gorilla Glass 6 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ സ്ക്രീൻ ഒപ്റ്റിക് അമോ LED ആണ്. അതുകൊണ്ട് തന്നെ വ്യൂയിങ് ആംഗിളും ബ്രൈറ്റ്നസ്സിലും ഇത് മികച്ചതാണ്. സ്മാർട്ട് ഫോൺ രംഗത്തെ ഏറ്റവും പുതിയ ടെക്നോളജിയായ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഈ ഫോൺ കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. എന്നാൽ മുൻപുണ്ടായിരുന്ന ഫിസിക്കൽ ഫിംഗർ പ്രിൻറ്റിനെ അപേക്ഷിച്ച് ഈ സെൻസർ താരതമ്യേന സ്ലോ ആയിരിക്കും. OnePlus 60യുടെ ക്യാമറ ഫീച്ചേഴ്സാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. OnePlus 6ൽ ഉപയോഗിച്ച അതേ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിലും കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ക്യാമറയ്ക്ക് നിരവധി സോഫ്റ്റ്വെയർ ഇംപ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടാണ് കമ്പനി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. റിയർ ഫേസിംഗ് പ്രൈമറി ക്യാമറ 16 മെഗാ പിക്സലിലാണ് വരുന്നത്. സെക്കൻഡറി ക്യാമറ 20 മെഗാ പിക്സലിലും 2 ലെൻസും f1.7 അപ്പർച്ചറിലാണ് വരുന്നത്. പ്രധാന ലെൻസിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനിലൂടെയാണ് വരുന്നത്. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ 16 മെഗാ പിക്സലും f2.0 അപ്പർച്ചറിലാണ് വരുന്നത്. ഇതിന് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും കമ്പനി നൽകിയിരിക്കുന്നു. ഞങ്ങൾ OnePlus 60 എടുത്ത
കുറച്ച് വീഡിയോസും ഫോട്ടോസും ചെക്കൗട്ട് ചെയ്യുക. ഈ ഫോണിൽ ആൻഡ്രോയിഡ് വേർഷൻ 9.0 പൈ ആണ് നൽകിയിരിക്കുന്നത്. അതിനു പുറമെ OnePlusൻ്റെ കസ്റ്റം വേർഷനായ ഓക്സിജൻ OS 9.0.4 ആണ് നൽകിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 845 ചിപ്സെറ്റാണ് ഇതിന് പവർ നൽകിയിരിക്കുന്നത്. 6GB 8GB റാം വേരിയൻറ്റിലും 128 to 56GB സ്റ്റോറേജ് വേരിയൻറ്റിലും ഈ മൊബൈൽ അവൈലബിൾ ആണ്. ഈ ഡിവൈസിൻ്റെ ബോട്ടം സൈഡിൽ ഡുവൽ ഗ്രിൽ നൽകിയിട്ടുണ്ടെങ്കിലും മറ്റുള്ള OnePlus ഡിവൈസിലുള്ള പോലെ തന്നെ സിംഗിൾ സ്പീക്കർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. OnePlus കമ്പനിയുടെ ലേറ്റസ്റ്റ് ഫോണായ OnePlus 60യുടെ അലൈറ്റ് സ്ലൈഡർ ആനിമേഷനോട് കൂടിയാണ് വരുന്നത്. $3700 ബാറ്ററിയോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. അതിനർത്ഥം മുൻപുള്ള OnePlus ഡിവൈസിനെ അപേക്ഷിച്ച് കൂടുതൽ ബാറ്ററി ലൈഫ് കമ്പനി പ്രതീക്ഷിക്കുന്നു. മിറർ ബ്ലാക്ക്, മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നീ 2 കളർ വേരിയൻറ്റിലാണ് നിലവിൽ OnePlus 60 ഇറങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ OnePlusൽ നിന്നും കൂടുതൽ കളർ വേരിയൻറ്റുകൾ പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഈ ഡിവൈസിൻ്റെ USB Type-Cയിൽ നിന്നും 3.5mm ജാക്ക് ഡോങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹെഡ്സെറ്റ് ഈ ഡിവൈസുമായി കണക്ട് ചെയ്യുന്നത്. മുൻപുണ്ടായിരുന്ന ഡിവൈസുകളിലുള്ള പോലെ ഡെഡിക്കേറ്റഡ് 3.5mm ജാക്ക് ഈ ഫോണിലില്ല. OnePlus 60 എന്ന ഫ്ലാഗ്ഷിപ്പ് കില്ലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായും കമന്റ് സെക്ഷനിൽ പറയുക. ഇനിയും ഇതുപോലത്തെ രസകരമായ വീഡിയോയുമായി ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും ദിസ് ഈസ് ടോണി ടോജോ സൈനിങ് ഔട്ട് വിത്ത് ക്യാമറമാൻ ജെറി. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യൂ.